നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നും ഒരിക്കലും തിരുത്താറില്ല. അവർ വീണ്ടും വീണ്ടും ക്രൈമുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കുറ്റവും ചെയ്യുന്നതിനിടയിൽ അവർ ഇടവേള എടുക്കാനാ വീണ്ടും അവർ ജയിലിലേക്ക് വരുന്നത്. അവരെ പോലെ അല്ലല്ലോ താൻ. കൊടും ക്രിമിനലുകൾക്ക് പോലും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശുപാർശ അനുസരിച്ച് എന്തെല്ലാം സഹായങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് താൻ മടിച്ചു നിൽക്കേണ്ട, എന്റെ കൂടെ വാ. സ്ഥിരം കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ നിങ്ങളോടൊക്കെ പെരുമാറിയാൽ നമ്മളൊക്കെ യൂണിഫോം ഇട്ടിട്ട് എന്താടോ കാര്യം? ശിക്ഷ എന്ന് പറയുന്നത് പ്രതിക്ക് ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും അവസരം കൊടുക്കാനുള്ളതും കൂടിയാ. തനിക്കിപ്പോൾ ശിക്ഷയൊന്നുമില്ലല്ലോ. താൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷേ താൻ അകത്ത് കിടക്കണമെന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ആർക്കാ അറിയാത്തത്? പക്ഷേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. അർജുൻ എന്റെ മുറിയിലേക്ക് വാ. അവിടെ അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിക്കാം. ഒരു കുഴപ്പമില്ല, താൻ വാടോ. അമ്മേ, മോനെ, അമ്മയ്ക്ക് ഇപ്പോഴും ശ്വാസം നേരെ വീണ്. എന്റെ മോനാഴിക്കുള്ളിൽ നിൽക്കുമ്പോ അമ്മയ്ക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടല. അമ്മ, എനിക്കിപ്പോ വിഷമമൊന്നുമില്ല അമ്മേ. സാറിനോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. സാറിനെ ദൈവം സഹായിക്കും.